ഏൻഷ്യൻ പീരീഡ് പഠിക്കാം. അപ്പോൾ ഏൻഷ്യൻ പീരീഡിൽ എന്തൊക്കെയാണ് ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങളെന്ന് നോക്കാം. ഏൻഷ്യൻ ഹിസ്റ്ററി പീരീഡിൻ്റെ ടൈം ലൈനിൽ ആദ്യം നമ്മൾ പഠിക്കേണ്ടത് പ്രീ ഹിസ്റ്റോറിക് പീരീഡാണ്. പ്രീ ഹിസ്റ്റോറിക് പീരീഡ് എന്ന് പറഞ്ഞാൽ റിട്ടൺ ഹിസ്റ്ററിക്ക് മുന്നേ ഉള്ള കാലഘട്ടം. അപ്പോൾ പണ്ട് ആയിരക്കണക്കിന് വർഷം അല്ലെങ്കിൽ 5000 വർഷം അല്ലെങ്കിൽ 5 ലക്ഷം വർഷമൊക്കെ മുന്നേ നടന്ന കാര്യങ്ങൾ എങ്ങനെ നമുക്കറിയാം? ചരിത്രകാരന്മാർ അഥവാ ഹിസ്റ്റോറിയൻസ് പല പഠനങ്ങളും നടത്തി അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നിട്ടുള്ള ഇൻഫർമേഷനാണിത്. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ പഠിച്ചിട്ടാണ് അവർ ഈ കാര്യങ്ങൾ കണ്ടുപിടിച്ചിരിക്കുന്നത്? അത് ഹിസ്റ്ററിയുടെ സോഴ്സിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഹിസ്റ്ററി നമ്മൾ തിരിച്ചറിയുന്ന പണ്ട് നടന്ന കാര്യങ്ങൾ തിരിച്ചറിയുന്ന ചില എവിഡൻസുകളിൽ നിന്ന് അല്ലെങ്കിൽ സോഴ്സിൽ നിന്നാണ്. അതിലൊരു മേജർ എവിഡൻസ് ആണ് റിട്ടൺ സോഴ്സ് ഓഫ് ഇൻഫർമേഷൻ. ഗ്രന്ഥങ്ങളോ ബുക്കുകളോ ലിഖിതങ്ങളോ അല്ലെങ്കിൽ കോയിൻസോ അതല്ലെങ്കിൽ കേവിൽ നടത്തിയിട്ടുള്ള എഴുത്തുകളോ എന്തെങ്കിലും നിന്നുള്ള റിട്ടൺ ആയിട്ടുള്ള കാര്യങ്ങൾ. ദെൻ കേവ് പെയിൻറ്റിങ്സ് പോലെയുള്ള കാര്യങ്ങൾ. ദെൻ ആർക്കിടെക്ചർ, നിർമ്മാണ രീതിയിലുള്ള കാര്യങ്ങൾ, ദെൻ പണ്ട് ഉപയോഗിച്ചിരുന്ന വസ്തുക്കൾ, അതിപ്പോൾ മൺചട്ടികളോ കുടങ്ങളോ പണ്ട് ഉപയോഗിച്ച ടൂൾസോ വെപ്പൺസോ കളിപ്പാട്ടങ്ങളോ എന്തുമാകാം, പണ്ട് ഉപയോഗിച്ച ഫുഡ് ഗ്രെയിൻസോ അങ്ങനെ എന്തുമാകാം. അപ്പോൾ ആ ഉപയോഗിച്ചിരുന്ന വസ്തുക്കളുടെ അവശിഷ്ടങ്ങൾ. ഇതല്ലെങ്കിൽ ഈ പണ്ട് ഉപയോഗിച്ചിരുന്ന വസ്തുക്കളിൽ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യമാണ് കോയിൻസ്. അപ്പോൾ ലിറ്റററി സോഴ്സ് ഓഫ് ഇൻഫർമേഷൻ കാണും. റിട്ടേണിനകത്ത് തന്നെ ഏറ്റവും കൂടുതലാണ് ലിറ്റററി സോഴ്സ് ഓഫ് ഇൻഫർമേഷൻ. അപ്പോൾ ഇതൊക്കെയാണ് ഹിസ്റ്ററിയുടെ സോഴ്സ് ഓഫ് ഇൻഫർമേഷൻ. ഈ കാര്യങ്ങളിൽ നിന്നൊക്കെയാണ് നമുക്ക് ഹിസ്റ്ററി എന്തൊക്കെയാണെന്ന് തിരിച്ചറിയാൻ പറ്റുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള എഴുത്ത് ഹിസ്റ്ററിയുടെ സോഴ്സ് കിട്ടുന്നതിന് മുന്നേ ഉള്ള ഹിസ്റ്ററിയാണ് നമ്മൾ പ്രീ ഹിസ്റ്റോറിക് പീരീഡ് എന്ന് പറഞ്ഞത്. റിട്ടൺ സോഴ്സ് ഓഫ് ഇൻഫർമേഷൻ ലഭിക്കുന്നതിനൊക്കെ മുന്നേ ഉള്ള കാലഘട്ടത്തിനെയാണ് നമ്മൾ, എഴുത്ത് കണ്ടുപിടിക്കുന്നതിനൊക്കെ മുന്നേ ഉള്ള കാലഘട്ടത്തിനെയാണ് നമ്മൾ പ്രീ ഹിസ്റ്റോറിക് പീരീഡ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ പീരീഡ് പ്രീ ഹിസ്റ്റോറിക് പീരീഡ്. ഈ പ്രീ ഹിസ്റ്റോറിക് പീരീഡിനെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഒന്നാമത്തെ പീരീഡ് സ്റ്റോൺ ഏജ്, രണ്ടാമത്തെ പീരീഡ് മെറ്റൽ ഏജ്. അപ്പോൾ പ്രീ ഹിസ്റ്റോറിക് പീരീഡ് നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ആദ്യത്തേത് സ്റ്റോൺ ഏജും രണ്ടാമത്തെ മെറ്റൽ ഏജും. ഹിസ്റ്റോറിയൻസ് ഈ കാലഘട്ടത്തിന് ഇങ്ങനെ പേര് കൊടുത്തത് എന്താണെന്ന് ചോദിച്ചാൽ, ഈ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ആളുകൾ മിക്കപ്പോഴും ആദിമവർഗത്തിൽപ്പെട്ട ആളുകളാണ്, കാട്ടുവാസികളാണ്, ഒരു സിവിലൈസ്ഡ് ഫോം ഓഫ് ലൈഫ് ഒന്നുമില്ല. അപ്പോൾ അവരുടെ നിത്യജീവിതത്തിൽ അവർ മെയിനായിട്ട് ചെയ്തിരുന്നത് മൃഗങ്ങളെ കൊന്ന് വേട്ടയാടുക, അല്ലെങ്കിൽ ചെടികൾ മുറിക്കുക, അല്ലെങ്കിൽ ചെടികളിൽ നിന്നുള്ള ഭക്ഷണങ്ങൾ ശേഖരിക്കുക, മൃഗങ്ങളിൽ നിന്ന് രക്ഷ നേടുക, ഇങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളും ചെയ്ത് കാട്ടിലൊക്കെ ജീവിച്ചിട്ടുള്ളവരാ. ചിലപ്പോൾ ഒറ്റയ്ക്ക് ജീവിച്ചവരാ, കുറേ നാൾ കഴിഞ്ഞപ്പോൾ കൂട്ടമായിട്ട് ജീവിച്ചവരായിരിക്കും. എന്തായാലും ഇവർക്ക് ഇവരുടെ ജീവിതത്തിലുള്ള ആക്ടിവിറ്റീസിന് വേണ്ടി ചില ടൂൾസും വെപ്പൺസും ഉപയോഗിക്കേണ്ടി വന്നു. എന്തൊക്കെ ടൂൾസും വെപ്പൺസും ഉപയോഗിക്കേണ്ടി വന്നു അല്ലേ? ഉപകരണങ്ങളും ആയുധങ്ങളും ഉപയോഗിക്കേണ്ടി വന്നിട്ടുണ്ട്. ടൂൾസ് എന്തിനൊക്കെയാണ്? മൃഗങ്ങളെ കൊന്നാൽ ആ കൊന്ന മൃഗത്തിൻ്റെ ഇറച്ചി മുറിക്കാൻ, അതിൻ്റെ തോല് ഉരിഞ്ഞെടുക്കാൻ വേണ്ടി, ചെടികളിൽ നിന്ന് ബലവൃക്ഷങ്ങൾ മുറിച്ചെടുക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ചെടികൾ വെട്ടിമാറ്റാൻ വേണ്ടി, അല്ലെങ്കിൽ മണ്ണ് കുഴിക്കാൻ വേണ്ടി, അങ്ങനെ പല കാര്യത്തിനും അവർ ടൂൾസ് ഉപയോഗിച്ചു. ഇനി മൃഗങ്ങളെ കൊല്ലാനും മൃഗങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനും ഒക്കെ ആയുധങ്ങൾ ഉപയോഗിച്ചിരുന്നു. അപ്പോൾ ആദ്യ കാലഘട്ടത്തിലൊക്കെ മനുഷ്യൻ ഇങ്ങനെയുള്ള ടൂൾസും വെപ്പൺസും ഉണ്ടാക്കിയിരുന്നത് കല്ലിൽ നിന്നാണ്. ആ പീരീഡിനെ നമ്മൾ സ്റ്റോൺ ഏജ് എന്ന് വിളിക്കും. പിൽക്കാലത്ത് മനുഷ്യൻ ലോഹം കണ്ടുപിടിച്ചു, മെറ്റൽ കണ്ടുപിടിച്ചു. ആദ്യമായി മനുഷ്യൻ കണ്ടുപിടിച്ച മെറ്റൽ കോപ്പറാണ്. അധികം വൈകാതെ തന്നെ കോപ്പറിൻ്റെ അലോയായ ബ്രോൺസും കണ്ടുപിടിച്ചു. അത് ഉപയോഗിച്ച് വസ്തുക്കൾ നിർമ്മിക്കാൻ വളരെ പണ്ട് തൊട്ടേ മനുഷ്യൻ തുടങ്ങിയിട്ടുണ്ട്. ആ കാലഘട്ടം മുതൽ മെറ്റൽ ഏജ് തുടങ്ങി. അപ്പോൾ ആദ്യ കാലഘട്ടത്തിൽ മനുഷ്യൻ ടൂൾസും വെപ്പൺസും ഉണ്ടാക്കാൻ ഉപയോഗിച്ചിരുന്നത് കല്ലാണെങ്കിൽ, മെറ്റൽ ഏജ് ആയപ്പോഴത്തേക്ക് മനുഷ്യൻ കണ്ടുപിടിച്ച ഈ കോപ്പറിലും ബ്രോൺസിലും ഈ ഉപകരണങ്ങൾ, ടൂൾസും വെപ്പൺസും ആയുധങ്ങളും നിർമ്മിക്കാൻ തുടങ്ങി. അതാണ് ഈ രണ്ട് കാലഘട്ടത്തിൻ്റെ ഡിഫറൻസ്. അതനുസരിച്ച് മനുഷ്യൻ്റെ ജീവിത ശൈലിയിലും രീതിയിലും ഒക്കെ മാറ്റം വരാൻ തുടങ്ങി, ഈ ഉപകരണങ്ങൾ മനുഷ്യന് കൊടുത്ത സഹായത്തിൽ നിന്നും. അപ്പോൾ ഈ പീരീഡ് നമുക്ക് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. സ്റ്റോൺ ഏജ് 3 പീരീഡായിട്ട് നമുക്ക് ഹിസ്റ്റോറിയൻസ് ക്ലാസിഫൈ ചെയ്ത് തന്നിട്ടുണ്ട്. പാലിയോലിത്തിക്, മീസോലിത്തിക്, നിയോലിത്തിക്. ഓർക്കുക, നമ്മളിവിടെ ടൈം ലൈൻ മാത്രമേ പഠിക്കുള്ളൂ, ഡീറ്റെയിൽ ആയിട്ട് നോക്കില്ല. ഞാൻ നിങ്ങൾക്ക് മനസ്സിലാകുന്ന കുറച്ച് കാര്യങ്ങളൂടെ പറയുന്നുള്ളൂ. ഇൻഡെപ്ത് നമ്മളിവിടെ പഠിക്കുന്നില്ല. ടൈം ലൈൻസ് അഥവാ സമയരേഖ മാത്രമാണ് ഈ ഒരു സെഷനിൽ നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, സ്റ്റോൺ ഏജിൽ 3 പീരീഡ് ഉണ്ട്: പാലിയോലിത്തിക്, മീസോലിത്തിക്, നിയോലിത്തിക്. പാലിയോലിത്തിക്കിൻ്റെ ടൈം പീരീഡ്, മീസോലിത്തിക്കിൻ്റെ ടൈം പീരീഡും നിയോലിത്തിക്കിൻ്റെ ടൈം പീരീഡും നമുക്ക് പഠിക്കണം. ഞാൻ പറഞ്ഞു തരാം. അതിന് മുന്നേ നമുക്ക് പീരീഡുകൾ ഏതൊക്കെയാണെന്ന് നോക്കി അത് പഠിച്ചതിന് ശേഷം ടൈം പീരീഡ് പഠിക്കാം. ഷോർട്ട് കട്ട് രീതിയിൽ തന്നെ ആയിരിക്കും ഇത് നമ്മൾ പഠിക്കുന്നത്.
മെറ്റൽ ഏജിലേക്ക് വരുമ്പോൾ മെറ്റൽ ഏജിൽ ആദ്യമായി നമ്മൾ ഉപയോഗിച്ച മെറ്റൽ കോപ്പറും അതിൻ്റെ അലോയ് ബ്രോൺസുമാണ്. അതുകൊണ്ട് തന്നെ ആ പീരീഡിനെ നമ്മൾ ചാൽക്കോലിത്തിക് പീരീഡ് അല്ലെങ്കിൽ കോപ്പർ ഏജ് അല്ലെങ്കിൽ ബ്രോൺസ് ഏജ് എന്നൊക്കെ വിളിക്കും. ചാൽക്കോലിത്തിക് പീരീഡ് അഥവാ കോപ്പർ ഏജ് അല്ലെങ്കിൽ ബ്രോൺസ് ഏജ് ആണ് മെറ്റൽ ഏജിൽ ആദ്യം വരുന്നത്. രണ്ടാമത്തെ പീരീഡ് അയൺ ഏജ്. അപ്പോൾ ഹിസ്റ്റോറിക് പീരീഡിനെ നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം, സ്റ്റോൺ ഏജും മെറ്റൽ ഏജും. സ്റ്റോൺ ഏജിനെ നമുക്ക് മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യാം, PMN, പാലിയോലിത്തിക്, മീസോലിത്തിക്, നിയോലിത്തിക്. പാലിയോ, മീസോ, നിയോ. മൂന്നാമത്തെ നിയോ, രണ്ടാമത്തത് മീസോ, ആദ്യത്തത് പാലിയോ. മെറ്റൽ ഏജിന് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം, ചാൽക്കോലിത്തിക് പീരീഡും അയൺ ഏജും. രണ്ടാമത്തെ അയൺ ഏജ്, ആദ്യത്തെ ചാൽക്കോലിത്തിക് പീരീഡും. ഇനി നമുക്കിതിൻ്റെ വർഷങ്ങൾ പഠിക്കാം. ഓർക്കുക, പാലിയോലിത്തിക്കിൻ്റെ വർഷം 5 ലക്ഷം മുതൽ 8000 BC വരെയാണ്. 5 ലക്ഷം മുതൽ 8000 BC വരെയാണ് പാലിയോലിത്തിക്കിൻ്റെ പീരീഡ്. മീസോലിത്തിക്കിൻ്റെ പീരീഡ് 8000 മുതൽ 4000 വരെയാണ്. 8000 മുതൽ 4000 വരെയാണ്. ഇത് പല റീജിയനിലും പല കൺട്രീസിലും ഈ ടൈം പീരീഡ് മാറും. പല കൺട്രീസിലും ഈ കാലഘട്ടത്തിൽ മനുഷ്യരില്ലാതിരുന്ന രാജ്യങ്ങൾ തന്നെയുണ്ട്, സ്ഥലങ്ങൾ തന്നെയുണ്ട്. അപ്പോൾ ഓരോ രാജ്യത്തിലും വരുമ്പോൾ ഇത് വേരിയേഷൻ വരാം. ദെൻ എഗെയിൻ നിങ്ങൾ പല ടെക്സ്റ്റ് ബുക്കുകളും പഠിക്കാൻ എടുക്കുമ്പോഴും ഇതിനകത്ത് വേരിയേഷൻ വരാൻ സാധ്യതയുണ്ട്. ഞാനിത് സ്റ്റാൻഡേർഡ് ടെക്സ്റ്റ് ബുക്കുകളുടെ ഇയേഴ്സാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ മീസോലിത്തിക് പീരീഡിൽ 8000 മുതൽ 4000 BC വരെയാണെങ്കിൽ നിയോലിത്തിക്കിൽ അത് 4000 മുതൽ 1800 BC വരെയാണ്. 4000 മുതൽ 1800 BC വരെയാണ് നിയോലിത്തിക് പീരീഡ് വരുന്നത്. എഗെയിൻ ചാൽക്കോലിത്തിക് പീരീഡ് വരുമ്പോൾ അത് 1800 മുതൽ 1000 BC വരെയാണ്. 1800 മുതൽ 1000 BC വരെയുള്ള പീരീഡിനെയാണ് നമ്മൾ ചാൽക്കോലിത്തിക് പീരീഡ് എന്ന് പറയുന്നത്. അയൺ ഏജ് 1000 BC മുതലുള്ള കാലഘട്ടത്തിനാണ് അയൺ ഏജ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് പഠിക്കാൻ വളരെ എളുപ്പം, ഈ ഇയേഴ്സ് പഠിക്കാൻ എളുപ്പമാണ്. ആദ്യം നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലുള്ള പീരീഡുകൾ പഠിക്കുക, അത് നമുക്ക് സെറ്റായിട്ടുണ്ട് അല്ലേ. സ്റ്റോൺ ഏജിൽ പാലിയോലിത്തിക്, മീസോലിത്തിക്, നിയോലിത്തിക് നമ്മൾ പഠിച്ചു. അടുത്തത് മെറ്റൽ ഏജിൽ ചാൽക്കോലിത്തിക് പീരീഡും അയൺ ഏജും ഉണ്ടെന്ന് നമ്മൾ പഠിച്ചു. അപ്പോൾ അതും നമുക്ക് സെറ്റായിട്ടുണ്ട് അല്ലേ. ഈ രണ്ട് കാര്യങ്ങൾ നമുക്ക് സെറ്റായിട്ടുണ്ട്. ടൈം പീരീഡ് നോക്കാം. 5 ലക്ഷം മുതൽ 8000 വരെ ഇല്ലേ. അപ്പോൾ ഈ ടൈം എല്ലാം നമുക്കൊന്ന് ഓർഡറിന് എഴുതി നോക്കാം. 5 ലക്ഷം, 8000, 4000, 1800, ഇതെല്ലാം BC കാലഘട്ടം. 1000, ഇത്രയാണ് നമുക്ക് പഠിക്കാനുള്ളത് അല്ലേ. 5 ലക്ഷം, 8000, 4000, 1800, 1000. ഒന്ന് ആലോചിച്ച് നോക്കാം. 5 ലക്ഷം ഒരു വലിയൊരു എമൗണ്ടാണ്, വലിയൊരു നമ്പറാണ്, മനസ്സിൽ കാണാമല്ലോ. 5 ലക്ഷം മനസ്സിൽ കാണാം, അത് അവിടെ ഇരുന്നോട്ടെ. ബാക്കിയുള്ള ഇയേഴ്സ് ഒന്ന് നോക്കി. 8000ൻ്റെ പകുതിയല്ലേ 4000 അല്ലേ. 4000ൻ്റെ പകുതി 2000 വരേണ്ടത്, പക്ഷേ 2000 വന്നില്ല, ഏകദേശം അതിൻ്റെ അടുത്ത് വരെ വന്നു. 2000ൻ്റെ അടുത്ത് വരെ വന്നു, 1800 വന്നു. 2000ൻ്റെ പകുതി എത്ര വരേണ്ട? 1000. അപ്പോൾ ഇത് പഠിക്കാൻ എളുപ്പമല്ലേ. 5 ലക്ഷം, 8000, 4000, 2000 അല്ല, 1800, 1000. 5 ലക്ഷം, 8000, 4000, 1800, 1000. തിരിച്ചു പറഞ്ഞാൽ 1000, 2000 അല്ല, 1800, 4000, 8000, 5 ലക്ഷം. എനിക്കിപ്പോൾ നിങ്ങളല്ല കാണുന്നത്, ഞാൻ എൻ്റെ മനസ്സിൽ ഇയേഴ്സാണ് കാണുന്നത്. അപ്പോൾ എൻ്റെ ഇയേഴ്സ് ഞാൻ പഠിച്ചു കഴിഞ്ഞു. സ്റ്റോൺ ഏജിൽ പാലിയോലിത്തിക്, മീസോലിത്തിക്, നിയോലിത്തിക്. മെറ്റൽ ഏജിൽ ചാൽക്കോലിത്തിക്, അയൺ ഏജ്. എൻ്റെ ഇയേഴ്സ് 5 ലക്ഷം, 8000, 4000, 1800, 1000. എൻ്റെ ലാസ്റ്റ് പീരീഡ് സ്റ്റോൺ ഏജിൽ കഴിഞ്ഞാൽ വരുന്നത് മെറ്റൽ ഏജാണ്. മെറ്റൽ ഏജിലെ ലാസ്റ്റ് പീരീഡ് അയൺ ഏജാണ്. അയൺ ഏജ് 1000 മുതലാണ്. 1000 മുതൽ പിന്നീടുള്ള കാലഘട്ടത്തിന് നമ്മൾ അയൺ ഏജ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ അയൺ ഏജാണ്. അപ്പോൾ 1000 മുതലുള്ള കാലഘട്ടത്തിന് അയൺ ഏജ് എന്ന് വിളിക്കും. 1000 മുതലുള്ള കാലഘട്ടത്തിന് അയൺ ഏജ് എന്ന് വിളിക്കും. 1000ന് മുന്നേ ഉള്ള പീരീഡോ അയൺ ഏജിന് മുന്നെയോ ചാൽക്കോലിത്തിക് പീരീഡാണ്. 1800 മുതൽ 1000 വരെ ചാൽക്കോലിത്തിക് പീരീഡ്. 1000ന് മുന്നിലുള്ള വർഷം 1800. അപ്പോൾ 1800 മുതൽ 1000 വരെ ചാൽക്കോലിത്തിക് പീരീഡ്. 1800 മുകളിൽ എന്താ ഉള്ളത്? 4000 മുതൽ 1800, അത് നിയോലിത്തിക്. PMN, നിയോലിത്തിക്. 4000 മുതൽ 1800 വരെ. നിയോലിത്തിക്കിന് മുകളിൽ എന്തായിരുന്നു നമ്മൾ പഠിച്ചത്? നിയോലിത്തിക്കിന് മുന്നേ എന്താണ് നമ്മൾ പഠിച്ചത്? മീസോലിത്തിക്. 8000 മുതൽ 4000 മീസോലിത്തിക്. മീസോലിത്തിക്കിന് മുന്നേ നമ്മൾ എന്താ പഠിച്ചത്? അല്ലെങ്കിൽ മീസോലിത്തിക്കിന് മുകളിൽ എന്താ നമ്മൾ എഴുതി വെച്ചിരുന്നത്? പാലിയോലിത്തിക്. 5 ലക്ഷം മുതൽ 8000 വരെ പാലിയോലിത്തിക്. സെറ്റായില്ലേ? പാലിയോലിത്തിക് 5 ലക്ഷം 8000, പാലിയോലിത്തിക് 5 ലക്ഷം 8000, ഇങ്ങനെയല്ല പഠിച്ചത്. നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് പഠിച്ചു. ഇയേഴ്സ് ഇങ്ങനെ ഓർഡറിന് സെപ്പറേറ്റ് പഠിച്ചു. ബാക്കി നമ്മുടെ ബ്രെയിൻ നമുക്ക് കണക്ട് ചെയ്ത് തരും. നമ്മൾ ഈ പീരീഡുകൾ ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് പഠിച്ചു. ബാക്കി നമ്മുടെ ബ്രെയിൻ കണക്ട് ചെയ്ത് തന്നോളും. ഹോപ്പ് നിങ്ങളതും കൂടെ പറഞ്ഞ് പഠിച്ചിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. അടുത്ത ടോപ്പിക്കിലേക്ക് പോകാം. അതായത് ഏൻഷ്യൻ്റ് ഹിസ്റ്ററി പീരീഡിൽ നമ്മൾ
ടൈം ലൈനിൽ പഠിച്ച ആദ്യത്തെ പീരീഡ് പ്രീ ഹിസ്റ്റോറിക് പീരീഡാണ്. ഏൻഷ്യൻ്റ് ഹിസ്റ്ററി പീരീഡിൽ ആദ്യം ടൈം ലൈനിൽ പഠിച്ച കാര്യം പ്രീ ഹിസ്റ്റോറിക് പീരീഡാണ്. പ്രീ ഹിസ്റ്റോറിക് പീരീഡിനകത്തെ കളികളാണ് നമ്മൾ ഈ പറഞ്ഞത്. അപ്പോൾ പ്രീ ഹിസ്റ്റോറിക് പീരീഡ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഏൻഷ്യൻ്റ് പീരീഡിൻ്റെ ടൈം ലൈൻ സ്റ്റാർട്ട് ചെയ്തു. ആ ടൈമിൽ ആദ്യത്തെ എലമെൻ്റാണ് പ്രീ ഹിസ്റ്റോറിക് പീരീഡ്. രണ്ടാമത്തെ എലമെൻ്റ് എന്ന് പറയുന്നത് ഇൻഡസ് വാലി സിവിലൈസേഷനാണ്. രണ്ടാമത്തെ എലമെൻ്റ് സിന്ധു നദീതട സംസ്കാരം, ഇൻഡസ് വാലി സിവിലൈസേഷൻ. ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ പോർഷനിൽ, നോർത്ത് വെസ്റ്റേൺ പോർഷനിൽ, ഇന്ത്യയിൽ മാത്രമല്ല ഇന്ത്യയിലും പാകിസ്ഥാനിലും അഫ്ഗാനിസ്ഥാനിലും ഒക്കെ ആയിട്ട് സ്പ്രെഡ് ചെയ്ത് കിടന്നിരുന്ന സിവിലൈസേഷനാണ്. അതായത് ഇന്ത്യൻ സബ് കോണ്ടിനെൻറ്റിൻ്റെ വടക്ക് കിഴക്ക് നോർത്ത് വെസ്റ്റേൺ പോർഷനിൽ ഉണ്ടായിരുന്ന ഒരു സിവിലൈസേഷനാണ്. അത് അറൗണ്ട് ഒരു 3000 BC അത് ഡെവലപ്പ് ചെയ്ത് വന്നു, സ്റ്റാർട്ട് ചെയ്തു. പക്ഷേ അതിൻ്റെ ഗ്രാജുവലി ഡെവലപ്പ് ചെയ്ത് അതിൻ്റെ മൂർധന്യാവസ്ഥയിലെത്തിയ അതിൻ്റെ ഗോൾഡൻ പീരീഡ് എന്ന് പറയുന്നത് 2500 BC മുതലാണ്. പക്ഷേ ഒരു 1750 BC ആയപ്പോഴത്തേക്കും അവിടുത്തെ മേജർ സിറ്റികളെല്ലാം നശിച്ചു പോയി എന്നാണ് ഹിസ്റ്റോറിയൻസ് പറയുന്നത്. പക്ഷേ സ്റ്റിൽ അതൊരു 1500 BC കാലഘട്ടം വരെ എക്സിസ്റ്റ് ചെയ്തിരുന്നു. അതുകൊണ്ട് ഇതിൻ്റെ ഏറ്റവും കൂടുതൽ ഹിസ്റ്റോറിയൻസ് അക്സെപ്റ്റ് ചെയ്തൊരു ടൈം പീരീഡ് ഇൻഡസ് വാലി സിവിലൈസേഷൻ്റെ അക്സെപ്റ്റ് ചെയ്ത് അതിൻ്റെ പീക്കിലിരുന്ന് അതിൻ്റെ മെച്ചുവേർഡ് ഫോമിലിരുന്ന ടൈം പീരീഡായിട്ട് കൺസിഡർ ചെയ്യുന്നത് 2500 BC തൊട്ട് 1500 BC വരെ. 2500 BC മുതൽ 1500 BC വരെയുള്ള കാലഘട്ടത്തിനെയാണ് അവർ അതിൻ്റെ മെച്ചുവേർഡ് ഫേസ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഇൻഡസ് വാലി സിവിലൈസേഷൻ്റെ ടൈം പീരീഡ് 1500 BC മുതൽ 2500 BC മുതൽ 1500 BC വരെ. ഇൻഡസ് വാലി സിവിലൈസേഷൻ്റെ ടൈം പീരീഡ് 2500, മനസ്സിൽ കണ്ട് പറയുക. 2500 BC മുതൽ 1500, എളുപ്പമുള്ള സംഖ്യകൾ അല്ലേ. 2500 BC മുതൽ 1500 BC വരെ. 2500 BC മുതൽ 1500 BC വരെ. ക്രിസ്തു എനിക്കുന്നതിന് മുന്നെയാണ്, അതുകൊണ്ടാണ് BC വന്നത്, ബിഫോർ ക്രൈസ്റ്റ്. ഇൻഡസ് വാലി സിവിലൈസേഷൻ 2500 BC മുതൽ 1500 BC വരെ. അപ്പോൾ ഏൻഷ്യൻ്റ് ഹിസ്റ്ററി പീരീഡിൽ ആദ്യത്തെ കാര്യം പ്രീ ഹിസ്റ്റോറിക് പീരീഡാണ്, രണ്ടാമത്തെ കാര്യം ഇൻഡസ് വാലി സിവിലൈസേഷൻ, ആൻഡ് മൂന്നാമത്തെ കാര്യം വേദിക് പീരീഡാണ്. വേദഗ്രന്ഥങ്ങൾ എഴുതപ്പെട്ട കാലഘട്ടം പേർഷ്യൻ റീജിയനിൽ നിന്ന്, അഥവാ പഴയ ഇറാൻ റീജിയനിൽ നിന്ന് ആര്യന്മാർ ഇന്ത്യയിലേക്ക് വന്ന കാലഘട്ടം. അവർ ഇന്ത്യയിൽ വന്നു, വേദിക് ഗ്രന്ഥങ്ങൾ രചിക്കപ്പെട്ടു, വേദിക് റിലീജിയൻസ് ഒരു രൂപം കൊണ്ടുവന്നു. അങ്ങനെ വേദഗ്രന്ഥങ്ങൾ വന്ന കാലഘട്ടം വേദിക് പീരീഡ്. ടൈം പീരീഡ് 1500 BC മുതൽ 600 BC വരെ. 1500 BC മുതൽ 600 BC. 500ൻ്റെ അടുത്ത് വരുമ്പോൾ നിങ്ങളെ കണക്ക് സെറ്റാണ്. 25, 15, 5 എന്നൊക്കെ പറഞ്ഞു വരുന്ന കണക്ക് 5ൻ്റെ അടുത്ത് 500-നടുത്ത് 600 BC വരെ. അപ്പോൾ വേദിക് കാലഘട്ടം, വേദങ്ങൾ എഴുതിയ ആര്യന്മാരെന്ന് പറയുന്ന ആളുകൾ ഇന്ത്യയിൽ വന്ന് അവരുടെ ഒരു പ്രൗഢഗംഭീരമായ ഒരു കാലഘട്ടമാണ് വേദിക് പീരീഡായിട്ട് ഹിസ്റ്റോറിയൻസ് വിളിക്കുന്നത്. അതിൻ്റെ പീരീഡ് 1500 BC മുതൽ 600 BC വരെ. വേദിക് പീരീഡ് മൂന്നാമത്തെ എലമെൻറ്റ് 1500 BC മുതൽ 600 BC വരെ. പക്ഷേ ഈ വേദിക് പീരീഡിനെ രണ്ടായിട്ട് ഹിസ്റ്റോറിയൻസ് ക്ലാസിഫൈ ചെയ്യും. ഈ 1500 മുതൽ 600 വരെയുള്ള പീരീഡിനെ നടുക്ക് വെച്ച് അവരങ്ങ് മുറിക്കും. 1000 BCക്ക് അവർ മുറിച്ച് അവർ ഏർലി വേദിക് പീരീഡും ലേറ്റർ വേദിക് പീരീഡും ആക്കി. എന്തൊക്കെയാക്കി? ഏർലി വേദിക് പീരീഡ് എന്നും ലേറ്റർ വേദിക് പീരീഡ് എന്നും ആക്കി. ഇപ്പോൾ ടൈം പീരീഡ് എന്ന് പറഞ്ഞാൽ 1500 BC മുതൽ 1000 BC വരെയുള്ള കാലഘട്ടത്തിനെ ഏർലി വേദിക് പീരീഡ് എന്ന് വിളിച്ചു. 1000 BC മുതൽ 600 BC വരെയുള്ള കാലഘട്ടത്തിനെ അവർ ലേറ്റർ വേദിക് പീരീഡ് എന്ന് വിളിച്ചു. ഓക്കെ, എന്തുകൊണ്ട് ചോദിക്കാം. 1000 BCയിലാണ് ഡിവിഷൻ വന്നത്, കണ്ടോ. 1000 BCക്ക് അറൗണ്ടായിട്ടാണ് ഇവർ രണ്ടുപേരെ അവർ വേർതിരിച്ചത്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ 1000 BCയിൽ എന്തോ ഒരു കാര്യം സംഭവിച്ചതുകൊണ്ട് 1000 BCക്ക് മുന്നേ ഉള്ള ഏർലി വേദിക് പീരീഡിൽ, അതേ കണക്ക് 1000 BCക്ക് ശേഷമുള്ള ലേറ്റർ വേദിക് പീരീഡിലും ഉണ്ടായിരുന്ന എക്സിസ്റ്റ് ചെയ്തിരുന്ന സൊസൈറ്റി, പൊളിറ്റി, റൂളിംഗ് രീതി, റിലീജിയൻ, ആരാധിച്ചിരുന്ന രീതി, ദൈവത്തിലുള്ള വിശ്വാസം, ഈ 3 കാര്യങ്ങളും 1000 BCക്ക് മുന്നേ ഉള്ള ഏർലി വേദിക് പീരീഡിലും 1000 BCക്ക് ശേഷമുള്ള ലേറ്റർ വേദിക് പീരീഡിലും എൻറ്റയർലി ഡിഫറെൻ്റായി മാറി. അതുകൊണ്ടാണ് ഹിസ്റ്റോറിയൻസ് ഈ പീരീഡിനെ രണ്ടായിട്ട് വീണ്ടും സബ് ക്ലാസിഫൈ ചെയ്തത്. ഓക്കെ, അപ്പോൾ വേദിക് പീരീഡിൻ്റെ ടൈം പീരീഡ് 1500 BC മുതൽ 600 BC വരെ. ഡീറ്റെയിൽ ആയിട്ട് നമ്മളത് പഠിക്കും ഓരോ ടോപ്പിക്കും. വേദിക് പീരീഡ് 1500 BC മുതൽ 600 BC വരെ. അതിനെ തന്നെ ഏർലി വേദിക് പീരീഡായിട്ട് 1500 മുതൽ 1000 BC ഏർലി വേദിക് പീരീഡ്, 1000 മുതൽ 600 BC വരെ ലേറ്റർ വേദിക് പീരീഡായിട്ട് നമ്മൾ സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് പീരീഡ് ഇപ്പോൾ സമയം എന്തായി? 600 BC ആയി. സമയം 600 BC ആയി. 600 BCയിൽ നടന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 കാര്യങ്ങളുണ്ട്. 600 BCയിൽ നടന്ന 3 ഇമ്പോർട്ടൻ്റ് കാര്യങ്ങളുണ്ട്.
അതിൻ്റെ ഫാക്ടർ ആക്ച്വലി ഈ ലേറ്റർ വേദിക് പീരീഡാണ്. ഇന്ത്യയിൽ ഏൻഷ്യൻ സിവിലൈസേഷൻസ് നമ്മൾ പഠിച്ചു. ഏൻഷ്യൻ പീരീഡിൽ 2 ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങൾ പഠിച്ചതിൽ ഒരെണ്ണം, ആദ്യത്തെ കാര്യം ഏൻഷ്യൻ സിവിലൈസേഷൻ ആണ്, ഇത് ഇൻഡസ് വാലി സിവിലൈസേഷൻ. 2 ഏൻഷ്യൻ കിങ്ഡംസ്. ഇന്ത്യയിലെ ആദ്യത്തെ കിങ്ഡംസ്, ഇന്ത്യൻ റീജിയനിലെ ആദ്യത്തെ കിങ്ഡംസ്, ഏൻഷ്യൻ കിങ്ഡംസ് വരുന്നത് ലേറ്റർ വേദിക് പീരീഡിലാണ്. ആൻഡ് ദോസ് കിങ്ഡംസ് കെയിം ടു ബി നോൺ ആസ് ജനപദാസ്. ഇത് വേദിക് പീരീഡ് ചെല്ലുമ്പോൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ജനപദങ്ങൾ എന്നാണ് ഇവയെ അറിയപ്പെട്ടിരുന്നത്. ജനപദങ്ങൾ ഇന്ത്യയിലെ ആദ്യത്തെ രാജ്യങ്ങൾ. ഈ രാജ്യങ്ങളിൽ നിന്ന് 16 രാജ്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയി. അങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് 600 BC നടക്കുന്നത്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന ടൈം ലൈനിൽ 600 BC 3 ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങളാണ്. 600 BC 3 ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങളാണ്. ഓർക്കുക, ജനപദാസ് നമ്മൾ പഠിച്ചു. ജനപദാസ് ആണ് ലേറ്റർ വേദിക് പീരീഡിൽ വന്ന രാജ്യങ്ങൾ. അവിടെ ഞാൻ പറഞ്ഞു നിർത്തി അടുത്ത കാര്യത്തിലേക്ക് വരികയാണ്. അപ്പോൾ വേദിക് പീരീഡ് കഴിഞ്ഞ് വരുന്നത് 600 BC 3 ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങളാണ്. 600 BC 1, 2, 3 ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങൾ. അതിലാദ്യത്തെ കാര്യമാണ് 16 മഹാജനപദാസ് വരുന്നത്. ഓർഡർ സ്ലൈറ്റ്ലി ഡിഫറെൻ്റ് ആണ്. ഏത് ഓർഡറിൽ പറഞ്ഞാലും വലിയ കുഴപ്പമൊന്നുമില്ല. ആദ്യത്തെ ഇമ്പോർട്ടൻറ്റ് കാര്യമാണ് 16 മഹാജനപദാസ്. ഓർക്കുക, വേദിക് പീരീഡിലെ ജനപദാസ് എന്ന് പറയുന്ന രാജ്യങ്ങൾ വന്നു. ആ രാജ്യങ്ങളിൽ 16 എണ്ണം ഇമ്പോർട്ടൻ്റ് ആയി. അത് അറൗണ്ട് 600 BC ഡെവലപ്പ് ചെയ്ത കാര്യങ്ങളാണ്. അതേ ലേറ്റർ വേദിക് പീരീഡിൽ റിലീജിയൻ അഥവാ മതവിശ്വാസം വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുണ്ട്. ആ മതവിശ്വാസം കോംപ്ലിക്കേറ്റഡ് ആയതുകൊണ്ട് ഈവൻ രാജാക്കന്മാർക്ക് പോലും സ്വൈര്യതയില്ലാത്ത സിറ്റുവേഷൻ ആയപ്പോൾ 2 രാജാക്കന്മാർ പുതിയ 2 റിലീജിയൻസ് സ്റ്റാർട്ട് ചെയ്തു. അവയാണ് ബുദ്ധിസവും ജൈനിസവും. അറൗണ്ട് 600 BC. ബുദ്ധിസവും ജൈനിസവും വരുന്നത് അറൗണ്ട് 600 BC ഡെവലപ്പ് ചെയ്തു വന്ന, ഇന്ത്യയിൽ ഡെവലപ്പ് ചെയ്തു വന്ന, ഉടലെടുത്ത് വന്ന 2 റിലീജിയൻസ് ആണ് ബുദ്ധിസവും ജൈനിസവും. ഓൾമോസ്റ്റ് സിമിലർ കൺസെപ്റ്റ് ഉള്ള എന്നാൽ 2 ഡിഫറെൻറ്റ് ഫോംസിലുള്ള റിലീജിയനാണ് ബുദ്ധിസവും ജൈനിസവും. 600 BC ഡെവലപ്പ് ചെയ്തു. അപ്പോൾ 16 മഹാജനപദങ്ങൾ ഡെവലപ്പ് ചെയ്തു 600 BC. ദെൻ ബുദ്ധിസവും ജൈനിസവും വന്നു 600 BC. നേരത്തെ ഞാൻ മഹാജനപദം ആദ്യം പറയുന്നതിന് പകരം രണ്ടാമതാണ് സ്ലൈഡിൽ വന്നത്. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, അടുത്ത എലമെൻറ്റ് ഈ 16 മഹാജനപദത്തിൽ ഒരെണ്ണം ഏറ്റവും ഇമ്പോർട്ടൻ്റായി മാറുന്നു. അതാണ് മഗധ. ഈ 16 മഹാജനപദങ്ങൾ നമ്മൾ ഏതൊക്കെയാണെന്ന് പഠിക്കും. അതിൻ്റെ ക്യാപിറ്റൽസും പ്രസൻറ്റ് ലൊക്കേഷനും ഒക്കെ പഠിക്കും. അതിനകത്ത് ഒരെണ്ണം വളരെ ഇമ്പോർട്ടൻ്റായി മാറി. അതാണ് മഗധ. എന്തുകൊണ്ട് ഇമ്പോർട്ടൻ്റ് ആയി? ഇന്ത്യയുടെ വലിയൊരു പങ്കും പല കാലഘട്ടത്തിലും അടുത്ത ഒരു 1200ഓളം വർഷം, 600 BC മുതലുള്ള ഒരു 1200ഓളം വർഷം ഇന്ത്യയുടെ വലിയൊരു പങ്കും, എസ്പെഷ്യലി നോർത്ത് ഇന്ത്യയും ഒരു ഡക്കാൻ റീജിയൻ വരെയും വലിയൊരു പങ്കും പല കാലഘട്ടത്തിലും ഭരിച്ചിട്ടുള്ള മഗധ ആസ്ഥാനമാക്കിയുള്ള രാജ്യങ്ങളായിരുന്നു, അല്ലെങ്കിൽ രാജവംശങ്ങളായിരുന്നു. അതുകൊണ്ടാണ് 16 മഹാജനപദത്തിൽ ഒരെണ്ണം വളരെ ഇമ്പോർട്ടൻ്റ് ആയി മാറി. അതാണ് മഗധ. അപ്പോൾ ഈ 3 കാര്യങ്ങളാണ് 600 BC നടന്നത്. 1 16 മഹാജനപദങ്ങൾ, 2 ബുദ്ധിസം ജൈനിസം വന്നു, 3 16 മഹാജനപദങ്ങളിൽ ഒരെണ്ണമായ മഗധ ഇമ്പോർട്ടൻ്റ് ആയി മാറി. ഇത്രയും ക്ലിയർ ആണോ?